നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആപ്പിളിന്റെ ഉപകരണങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിനു ശേഷം ആപ്പിളിന്റെ ഇന്ത്യയിലെ നിക്ഷേപ പദ്ധതികളിൽ മാറ്റമില്ലെന്ന് കമ്പനി സർക്കാരിന് ഉറപ്പ് നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ട്രംപിന്റെ പരാമർശങ്ങളെ ഇന്ത്യൻ സർക്കാർ നിസ്സാരവൽക്കരിച്ചു. ആപ്പിൾ ഇന്ത്യയെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. ആപ്പിളിന്റെ ഇന്ത്യയിലെ നിക്ഷേപ പദ്ധതികളിൽ മാറ്റമൊന്നുമില്ല, സർക്കാർ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആഗോള സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് ഗുണകരമായ ഒരു നിർമ്മാണ ആവാസ വ്യവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളതെന്നും ആപ്പിൾ പോലെയുള്ള കമ്പനികൾ അതിന്റെ മത്സരശേഷി കാണുമെന്നും വൃത്തങ്ങൾ പറഞ്ഞു. ഇന്ത്യയിലെ നിർമ്മാണത്തിന്റെ മൂല്യം കമ്പനികൾ തിരിച്ചറിഞ്ഞാൽ അവർ ആ പാതയിൽ തന്നെ തുടരുമെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. മാത്രമല്ല, ട്രംപിന്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നിക്ഷേപ പദ്ധതികളിൽ മാറ്റം വരുത്താൻ കമ്പനിക്ക് പദ്ധതിയില്ലെന്ന് ആപ്പിൾ വൃത്തങ്ങളും സൂചിപ്പിച്ചു. രാജ്യത്തൊരു പ്രധാന നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നിശ്ചയിച്ച പ്രകാരം മുന്നോട്ടു പോകുമെന്നും കമ്പനി എക്സിക്യൂട്ടീവുകൾ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ദോഹ സന്ദർശന വേളയിൽ ആപ്പിൾ CEO ടിം കുക്കിനോട് ഇന്ത്യയിൽ നിർമ്മാണ പ്ലാന്റുകൾ നിർമ്മിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിങ്ങനെ: ഇന്നലെ ടിം കുക്കുമായി എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, ഞാൻ നിങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. നിങ്ങൾ $500 ബില്യൺ വരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലുടനീളം നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങൾ ഇന്ത്യയിൽ നിർമ്മാണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയെ പരിപാലിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നിർമ്മാണം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഏറ്റവും ഉയർന്ന താരിഫുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അക്ഷരാർത്ഥത്തിൽ താരിഫ് ഇല്ലാത്ത ഒരു കരാർ അവർ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനാൽ ഏറ്റവും ഉയർന്ന താരിഫിൽ നിന്ന് ഞങ്ങൾക്ക് മിക്കവാറും താരിഫ് ഇല്ല. അതിനാൽ ഞാൻ ടിമിനോട് പറഞ്ഞു, വർഷങ്ങളായി നിങ്ങൾ ചൈനയിൽ നിർമ്മിച്ച എല്ലാ പ്ലാന്റുകളും ഞങ്ങൾ സഹിച്ചു. പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾ നിർമ്മിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് സ്വയം പരിപാലിക്കാൻ കഴിയും. US ചൈന താരിഫ് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ US വിൽക്കുന്ന എല്ലാ ഐഫോണുകളുടെയും അസംബ്ലി അടുത്ത വർഷം ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നതായി കഴിഞ്ഞ മാസം ആപ്പിൾ അറിയിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ആപ്പിൾ ഉപകരണ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ പുതിയ പ്ലാന്റിനായി ഉത്തർപ്രദേശിൽ 300 ഏക്കർ വരെ ഭൂമി ഏറ്റെടുക്കാൻ പദ്ധതിയിടുന്നുണ്ട്. തായ്വാനിലെ ഫോക്സ്കോണിന്റെ $2.6 ബില്യൺ മറ്റൊരു പ്ലാന്റ് കർണാടകയിലെ ബംഗളൂരുവിൽ നിർമ്മാണത്തിലാണ്. ഇന്ത്യയിൽ മൊബൈൽ നിർമ്മാണത്തിൽ കുത്തനെ വർധനയുണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ആപ്പിൾ പോലെയുള്ള ആഗോള ഭീമന്മാർ വഴി. ഏകദേശം 40 ദശലക്ഷം ഐഫോണുകൾ, ആപ്പിളിന്റെ വാർഷിക ഉൽപാദനത്തിന്റെ ഏകദേശം 15% ഇപ്പോൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നു. പ്രധാനമായും തായ്വാൻ കമ്പനികളായ ഫോക്സ്കോൺ, പെഗാട്രോൺ എന്നിവയാണ്. പെഗാട്രോണിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ടാറ്റ ഇലക്ട്രോണിക്സും ശേഷി വികസിപ്പിക്കുകയാണ്. 2024 ഏപ്രിലിനും 2025 മാർച്ചിനും ഇടയിൽ ആപ്പിൾ ഇന്ത്യയിൽ ഏകദേശം $22 ബില്യൺ വിലമതിക്കുന്ന ഐഫോണുകൾ അസംബിൾ ചെയ്തു. മുൻ വർഷത്തേക്കാൾ 60% വർധനവാണ് ഇത് കാണിക്കുന്നത്. ഈ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും കയറ്റുമതി ചെയ്യുന്നത് പ്രധാനമായും അമേരിക്കയിലേക്കാണ്. മാർച്ചിൽ മാത്രം ഇന്ത്യ 3 ദശലക്ഷത്തിലധികം ഐഫോണുകൾ US കയറ്റുമതി ചെയ്തു. ആപ്പിളിന്റെ വിദേശ പ്രതിമാസ കയറ്റുമതിയുടെ ഏകദേശം 98% വരുമെന്ന് S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിൽ വിവിധ വിതരണക്കാരിലും വിൽപ്പനക്കാരിലുമായി ആപ്പിൾ ഏകദേശം 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് വളർന്നുവരുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കൂട്ടായ്മയും പ്രിസിഷൻ ഇലക്ട്രോണിക്സിനായുള്ള നന്നായി വികസിപ്പിച്ച വിതരണ ശൃംഖലയും മൊബൈൽ ഫോൺ അസംബ്ലിക്ക് ഇന്ത്യയെ ഒരു പ്രധാന അടിത്തറയായി സ്ഥാപിക്കാൻ സഹായിച്ചു. 2025 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൽ നിന്ന് 1.5 ലക്ഷം കോടി രൂപയുടെ ഐഫോണുകൾ കയറ്റുമതി ചെയ്തതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി സ്ഥിരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.